വെൽക്കം ടു ഓൾ അബൌട്ട് ഫിസിക്സ്. നമ്മളിന്ന് ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ അവരുടെ ഫസ്റ്റ് ഫിസിക്സ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡിയുടെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ സെഷനിൽ തിയറംസ് ഓൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് പറയുന്നത്. അവയുടെ ഡെറിവേഷനും ഡെഫിനിഷനും ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 1 വീഡിയോ കാണാത്തത് ഉറപ്പായിട്ടും പാർട്ട് 1 വീഡിയോ കാണുകയും ചെയ്യുക. അപ്പോൾ തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ അടിസ്ഥാനത്തിൽ രണ്ട് തിയറംസ് ആണുള്ളത്. There are two theorems on moment of inertia. Two theorems on moment of inertia. ഏതൊക്കെയാണ്? One, it is parallel axis theorem. Second, it is perpendicular axis theorem. ഈ രണ്ട് തിയറവും പറയുന്നത് ബേസ്ഡ് ഓൺ ദെയർ ആക്സിസ് ആണ്. രണ്ട് തിയറവും എടുക്കുന്ന അതിന്റെ പേരിൽ ആക്സിസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഇറ്റ് ഈസ് പാരലൽ ആക്സിസ് തിയറം. അപ്പം ഒരു റിജിഡ് ബോഡിയിൽ തന്നെ ഭാഗമായിരിക്കുന്ന ഒരു ആക്സിസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തെല്ലാം പറയുന്നത്, പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പറയുന്നത്. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, ഇനി വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾ ഓരോ തിയറത്തിന്റെയും ഡയഗ്രാം അല്ലെങ്കിൽ ഫിഗർ കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ആക്സിസിനാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ അത് ആദ്യം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന്റെ ആക്സിസിനാണ്. അപ്പോൾ ആ ആക്സിസിനെ അടിസ്ഥാനമാക്കിയാണ് അവിടെ പാരലൽ ആക്സിസ് തിയറമാണോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണോ വരുന്നത് എന്ത് ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്ന ഒന്നാമത്തെ തിയറത്തിലേക്ക് കടക്കാം. പാരലൽ ആക്സിസ് തിയറം ആദ്യം പറഞ്ഞതുപോലെ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്ന ഈ ആക്സിസ്, അവിടെ നമ്മൾ ആക്സിസുകൾ പരസ്പരം എങ്ങനെയാണെന്ന് നോക്ക്. പാരലൽ ആക്സിസ് തിയറത്തിൽ ഇവിടെ ഈ രണ്ട് ആക്സിസുകൾ പരസ്പരം എങ്ങനെയാണ് കാണുമ്പോൾ തന്നെ അറിയാം, they are parallel to each other. Therefore we are using parallel axis theorem, right? ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. we are going to അല്ലെങ്കിൽ we are now trying to find the moment of inertia of this rigid body about the axis y. ഒരു വൈവേ ആവണമെന്നില്ല. ഈ ഒരു ആക്സിസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പോകുന്നു. അതെന്തെന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. ആദ്യം ഇതിന്റെ ഇക്വേഷൻ എഴുതും. ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, തിയറത്തിലേക്ക് വരും. That is moment of inertia of this rigid body about the axis y. That is I about y. Moment of inertia about the rigid body about the axis y. It is equal to the sum of ഇത്രയും ക്ലിയർ ആയല്ലോ. എന്തിന്റെ സമ്മാണ് ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ ആക്സിസിനെ ആധാരമാക്കി നമ്മളുടെ ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നത് ഏത് ആക്സിസിനെ ആധാരമാക്കിയാണ്, ഇതായിരിക്കുന്ന ഈ ആക്സിസിനെ ആധാരമാക്കിയാണ്. ഈ ആക്സിസിനെ ആധാരമാക്കി ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് I y. It is equal to what? It is equal to the sum of എന്തിന്റെ എല്ലാം സം അതാണ് ഇനി പറയാൻ പോകുന്നത്. Equal to the sum of moment of inertia of an axis passing through the center of mass. ഈ റിജിഡ് ബോഡിയുടെ തന്നെ സെന്റർ ഓഫ് മാസ് വഴി കടന്നു പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ദാറ്റ് ഈസ് I y. അപ്പം സമ്മ് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ ടേം y'. That is the moment of inertia of this rigid body about an axis will be equal to the sum of moment of inertia of an axis passing through the center of mass. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ കാര്യം ക്ലിയർ ആയി. അടുത്തിന് വേണ്ട എന്താണ്, നെക്സ്റ്റ് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ റിജിഡ് ബോഡി ആൻഡ് square of the distance between two axes. That is, and the product of mass of the rigid body, capital M ആണ് വിചാരിക്കുക. mass of the rigid body capital M ആണ്. mass of the rigid body and square of the distance between two axes. Here it is d, that is md square. Is it clear, guys? Yes, that is
the moment of inertia of a rigid body, the moment of inertia of a rigid body about an axis will be equal to the sum of moment of inertia of an axis passing through the center of mass and the product of mass and square of the distance between two axes, that is d square and d square. It is clear, guys? Yes, it is clear. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയ്ക്ക് ഡൗട്ടുമില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഈ തിയറം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫിഗർ വരച്ച് തന്നെ എഴുതണം. കാരണം നമ്മൾ ഈ തിയറത്തിൽ ഈ രണ്ട് ആക്സിസും പരസ്പരം പാരലാണെന്ന് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി. ഈ ആക്സിസിനെ ആധാരമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ് വഴി കടന്നു പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെയും ഈ റിജിഡ് ബോഡിയുടെ മാസിന്റെയും ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരത്തിന്റെ സ്ക്വയറിന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും അല്ലേ എന്ന് പറയുള്ളൂ. നമ്മൾ എന്ത് പറയില്ല, ഈ രണ്ട് ആക്സിസും പാരലാണെന്ന് പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വരച്ച് കാണിച്ചു കൊടുക്കണം. ഈ രണ്ട് ആക്സിസും പാരലാണെന്ന് എന്ത് ചെയ്യണം, വരച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പോകണം, ഈ തിയറത്തെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയാൻ പോകുന്നു. ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡി about an axis will be equal to എന്തായിരിക്കും, സമ്മല്ലേ equal to will be equal to the sum of ആദ്യത്തെ ടേം ഏതാണ്ട് sum of moment of inertia equal to the sum of moment of inertia of an axis ഏതൊരു passing through the center of mass of an axis passing through the center of mass കഴിഞ്ഞോ? ഇല്ല, ഇനി ഒരു ടൈം കൂടെ അല്ലേ. ഇത്രയും പറഞ്ഞു നമ്മൾ equal to the sum of moment of inertia of an axis passing through the center of mass ൽ കടന്നു പോകുന്ന ഒരു ആക്സിസ് ഉണ്ട്. കഴിഞ്ഞില്ലല്ലോ, ഇനി ഒരു ടൈം കൂടെ ഉണ്ടല്ലോ. and product of mass and square of distance between two axes. Square of distance between two ജനറലാക്കി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. I is equal to ICM, that is moment of inertia about an axis center of mass ICM plus md square. ഇഷ്ടമുള്ള എഴുതാം. നിങ്ങൾക്ക് ഇവിടെ ഇനി എ എന്ന് എടുക്കണമെങ്കിൽ ma സ്ക്വയർ എന്ന് എഴുതാം, ഡി ആണെങ്കിൽ md സ്ക്വയർ, സി ആണെങ്കിൽ mc സ്ക്വയർ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ക്ലിയർ അല്ലേ? moment of inertia of an axis, moment of inertia of a rigid body about an axis will be equal to the sum of moment of inertia of an axis passing through the center of mass and product of mass and square of the distance between two axes. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ആക്സിസുകൾ പരസ്പരം പാരലാണ് നമ്മൾ ഇവിടെ പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ബിക്കോസ് നമ്മൾ പേപ്പർ നോക്കുന്ന ഇവാലുവേറ്റർ എന്ത് ചെയ്യും, ഇവിടെ നോക്കും, സെന്റർ ഓഫ് മാസ് വഴി പാസ് ചെയ്യുന്ന ആക്സിസിനെ നോക്കും. ഇതായിരിക്കും ആ ആക്സിസ് നമ്മളുടെ മെയിൻ ആക്സിസ്, നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ എടുത്ത ആക്സിസിന് പാരലാണോ നോക്കും. എക്സാമിനർ നോക്കുമ്പോൾ രണ്ടും പാരലല്ലേ, ആ രണ്ടും പാരലാണ്. സോ നമ്മളെ തിയറം ശരിയാണ്. നൗ ഇറ്റ് ഈസ് ക്ലിയർ? യെസ്, ക്ലിയർ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തോന്ന്, പാരൽ ആക്സിസ് തിയറത്തിന്റെ എന്ത് ഡെഫിനിഷൻ കഴിഞ്ഞു, ഇക്വേഷനും കഴിഞ്ഞു, ഡെഫിനിഷനും കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? വളരെ ഈസി. ക്ലിയർ അല്ലേ? ഒന്ന് നോക്ക്, എല്ലാവരും നോക്ക്, ഒരു 10 സെക്കൻഡ് നോക്ക്. ഓക്കെ, is it clear? Yes. Now നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിന്റെ
ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. അതായത് we have to prove this equation. We have to prove this equation. Derivation of parallel axis theorem. Derivation of parallel axis theorem. Derivation. Derivation. Clear അല്ലേ? യെസ്. പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ പറയുമ്പോൾ ദാ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാൻ പോകണം. നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞു എ റിജിഡ് ബോഡി കൺസിസ്റ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. അപ്പൊ അങ്ങനെ ഇതിലുള്ള ഒരു പാർട്ടിക്കിളിനെ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ദ പാർട്ടിക്കിൾ സ്മോൾ മാസ് എം ആൻഡ് ദ നെയിം ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പി. പാർട്ടിക്കിളിന്റെ പേര് പി എന്നും അതിന്റെ മാസ് സ്മോൾ എം എന്നും ഞാൻ കൊടുത്തു. സംശയമില്ലല്ലോ? ഇല്ല, സംശയമില്ല. സ്മോൾ തൊട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഈ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഈ ആക്സിസിനെ ആധാരമാക്കി നോക്കുകയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ICM. മൊമെന്റ് ഓഫ് ഇനർഷ്യ of the rigid body about an axis passing through the center of mass will be equal to ICM is equal to എത്രയായിരിക്കും? ഈ പാർട്ടിക്കിൾ അനുസൃതമാക്കി moment of inertia of this particle P about the axis passing through the center of mass എന്തായിരിക്കും? നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ I is equal to mr square ആണ്. മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് അല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ മാസ് സ്മോൾ എം അല്ലേ? സ്മോൾ എം ആണ്, സംശയമില്ല. സ്മോൾ. ഇനി അവയുടെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ആക്സിസും പാർട്ടിക്കിളും തമ്മിലുള്ള ദൂരം എക്സ് ആണ്. ദാറ്റ് ഈസ് mx സ്ക്വയർ. സംശയമില്ലല്ലോ? ഇത് അവിടെ ഇരിക്കട്ടെ. ഇക്വേഷൻ നമ്പർ അതവിടെ ഇരിക്കട്ടെ. ഇക്വേഷൻ നമ്പർ സംശയമില്ലല്ലോ? അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഇനി പറയുന്നത് ഇതിന്റെ ചെറിയ മാസാണ് സ്മോൾ എം. ഈ പാർട്ടിക്കിളിന്റെ ചെറിയ മാസാണ് സ്മോൾ എം. സംശയമില്ല? ഇങ്ങനെ ഈ റിജിഡ് ബോഡിയുടെ മുഴുവൻ മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ മാസുകളുടെ എല്ലാ മാസും കൂട്ടുമ്പോഴല്ലേ നമുക്ക് ഈ റിജിഡ് ബോഡിയുടെ മുഴുവൻ മാസ് കിട്ടുള്ളൂ. ദാറ്റ് ഈ സിഗ്മ സ്മോളം എന്ന് പറയുന്നത് ആ റിജിഡ് ബോഡിയുടെ മുഴുവൻ മാസ് ഈക്വലായിരിക്കും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ. ഇക്വേഷൻ നമ്പർ ബി. അതും അവിടെ ഇരിക്കട്ടെ. നമുക്ക് രണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത് പാചകം ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് വഴി പേരുകൾ ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അവിടെ ഇരിക്കാം. ഇനി ഞാൻ ഡെറിവേഷനിലേക്ക് കിടക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് പാർട്ടിക്കിൾ പി about the axis YY അടിസ്ഥാനമാക്കി ഈ പി എന്ന് പറയുന്ന പാർട്ടിക്കിളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയായിരിക്കും? നിങ്ങൾ നോക്കൂ, മാസ് സ്മോൾ എം തന്നെ, സംശയമില്ല. അപ്പോൾ ആ സ്മോൾ എം അതുപോലെ എഴുതി. നമുക്ക് mr സ്ക്വയർ ആണ് ഇക്വേഷൻ. മാസ് അതുപോലെ എഴുതി, മാസിന് മാറ്റമില്ല. പക്ഷേ ഡിസ്റ്റൻസ് നോക്ക്, ഇത്രയും ദൂരം എക്സ് ആണ്, ഇത്രയും ദൂരം ഡി ആണ്. ദാറ്റ് ഈസ് ഇത്രയും ഡി, ഇത്രയും എക്സ് എങ്കിൽ ഇവിടെ നിന്ന് ആകെ ഇത്രയും ദൂരം എത്രയാണ്? എക്സ് പ്ലസ് എ ആയിരിക്കും. എക്സ് പ്ലസ് എ ഇവിടെ നമുക്ക് ഡി എൽ എടുക്കാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഡി. സോറി, എക്സ് പ്ലസ് ഡി. ഇത്രയും എക്സ്, ഇത്രയും ഡി, എക്സ് പ്ലസ്. ഇഷ്ടമുള്ള എടുക്കാം. ഇപ്പോഴും പറയുന്നു, ഞാൻ എടുത്ത് വെച്ച ഫിഗറിൽ ഡി ആയിരുന്നു, സോ അതുകൊണ്ട് ഡി എടുത്തു. ഇങ്ങനെ എ ആണെങ്കിൽ എ, ഡി ആണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? എം ഇൻറ്റു എം ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. അപ്പം ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ഡി അല്ലേ? ഇത്രയും എക്സ്, ഇത്രയും ഡി, ടോട്ടൽ എക്സ് പ്ലസ് ഡി. അത് എക്സ് പ്ലസ് ഡി ഔട്ട്പുട്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. We have to find the total moment of inertia. ഇതാ ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മുടെ കയ്യിലുണ്ട്. m × x + d ഹോൾ സ്ക്വയർ. ഇനി ടോട്ടൽ ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് എന്ത് ചെയ്താൽ മതി? ഇതായിരിക്കുന്ന ഈ ചെറിയ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പോലുള്ള എല്ലാ പാർട്ടിക്കിളിനും നമ്മൾ സം ചെയ്താൽ പോരെ? അതായത് ഇതിനെ നമ്മൾ സം ചെയ്താൽ പോരെ? നമുക്ക് ടോട്ടൽ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടൂലേ? ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ m × x + d ഹോൾ സ്ക്വയർ. ഇത് മുഴുവൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ സം എടുത്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് സിഗ്മ
m into x plus b the whole. Clear? Clear അല്ലേ? ക്ലിയർ ആണ്. ഇനി നോക്കണം, എക്സ് പ്ലസ് ബി, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. Therefore, ഇതിൽ പറയുന്നത് എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണല്ലോ. What happens? X square plus 2 into xb plus b square. Right? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. ഒരു ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു ഐ എന്ന് എടുക്കും. ഐ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് സിഗ്മ എം, എല്ലാത്തിനും കോമൺ ആണ്, അതുപോലെ എടുത്തു സിഗ്മ എം. ബാക്കി അത്ര ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ. That is x plus the whole square, that is x square plus 2xb plus b square. ഇവിടെ ഈ സിഗ്മ എം എല്ലാത്തിനും കോമൺ അല്ലേ, സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദ സിഗ്മ എം ടു ഓൾ ദോസ് കോമ്പണൻസ് അല്ലേ. ഇതെല്ലാ കോമ്പണൻസിനോട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സിഗ്മ എം മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് സിഗ്മ എം ഇൻറ്റു എക്സ് സ്ക്വയർ, സിഗ്മ എം എക്സ് സ്ക്വയർ, സിഗ്മ എം എക്സ് സ്ക്വയർ. അടുത്തപ്പോൾ അതുപോലെ എഴുതി. വീണ്ടും സിഗ്മ എം ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ സിഗ്മ എം ഇൻറ്റു 2xp പ്ലസ് വീണ്ടും സിഗ്മ എം രണ്ടാമത്തെ കോമ്പണന്റ്, ദാറ്റ് ഈസ് സിഗ്മ എം ഇൻറ്റു ബി. Is it okay guys? Yes. Now സിഗ്മ എം എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആയിരുന്നത് എം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സി എമ്മിന് തുല്യമാണ്. So sigma mx square ന്റെ വാല്യൂ എന്തിനു തുല്യം തന്നെ ആയിരിക്കും? അക്കോർഡിംഗ് ടു ഇക്വേഷൻ നമ്പർ എ, സിഗ്മ mx square will be equal to ICM. സംശയമില്ല, ആർക്കും സംശയമില്ല. ക്ലിയർ? പ്ലസ് ഇവിടെ നോക്കണം, ഞാൻ ഇവിടുന്ന് ഈ സിഗ്മ എം 2xd നിന്ന് 2d യെ പുറത്തെടുത്തു. കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് നമുക്ക് എന്ത് സമയം പറ്റില്ല. 2d എടുത്താൽ ബാക്കി അകത്ത് mx എന്ന് വരും, സിഗ്മ mx. ഈ സിഗ്മ mx എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ എക്സ് താഴെ കിടപ്പുണ്ട്, മാസ് എം താഴെ കിടപ്പുണ്ട്. അപ്പൊ ഏത് ആക്സിസിന് ആധാരമാക്കി വരുന്നതായിരിക്കും? വൈ ഡാഷ് എന്ന് പറയുന്ന ആക്സിന് ആധാരമാക്കി വരും. സോ ഈ ഇവിടെ ഇരിക്കുന്ന, ഞാൻ മുകളിൽ എഴുതാണ്, ഇവിടെ നോക്കിയോ, ദാറ്റ് ഈസ് സിഗ്മ എം 2xd എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ എന്തിനാ കോമൺ ആക്കി എടുക്കും? 2d പുറത്തെടുക്കും, കാരണം അത് കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്തെടുക്കും. ബാക്കി എന്ത് മിച്ചം വരും? സിഗ്മ mx എന്ന് വരും. ഇവിടെ ഈ സിഗ്മ mx എന്ന് പറയുന്നത് സം ഓഫ് ഓൾ മൊമെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് about the axis y dash ആണ്. ഈ സിഗ്മ mx എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ്, സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ്. ഈ y dash എന്ന് പറയുന്ന എന്ന് പറയുന്ന ആക്സിസിനെ ആധാരമാക്കി വരുന്ന എല്ലാ പാർട്ടിക്കിളുടെയും സം ആണ് എന്തോന്ന്? സിഗ്മ mx എന്ന് പറയുന്നത്. സിഗ്മ mx. therefore ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ y dash എന്ന് പറയുന്ന ഈ ആക്സിസ് ഏതിലൂടെ കടന്നു പോകുന്നതാണ്? ഇതിന്റെ സെന്റർ ഓഫ് മാസ് വഴി കടന്നു പോകണം അല്ലേ? ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ്. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആണോ അല്ലേ? യെസ്, സെന്റർ ഓഫ് മാസ് വഴി കടന്നു വരുന്നതാണ്. അത് സെന്റർ ഓഫ് മാസ് വഴി കടന്നു വരുന്നതാണ്. therefore സെന്റർ ഓഫ് മാസ് വഴി കടന്നു വരുന്നത് കൊണ്ട് തന്നെ അവിടെ ആ സിഗ്മ mx എന്ന് പറയുന്ന ഈ സെന്റർ ഓഫ് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്ക്, ഇതിൽ ഈ പോയിന്റിലൊക്കെ വരുന്നതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ഈ സിഗ്മ mx സെന്റർ ഓഫ് മാസ് വഴി കടന്നു പോകുന്ന ആക്സിസ് ആയതുകൊണ്ട് തന്നെ അവിടെ സിഗ്മ mxന്റെ വാല്യൂ എന്തിന് ഈക്വലായിരിക്കും? 0 ഈക്വലായിരിക്കും. ഹിയർ ദ വാല്യൂ ഓഫ് സിഗ്മ mx is equal to 0. ഇങ്ങനെ എഴുതിയാൽ മതി. ഹിയർ ദ വാല്യൂ ഓഫ് സിഗ്മ mx is equal to 0. therefore ഈ ഹോൾ ടേമിന്റെ 0, ഈ ഹോൾ ടേമിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. it all becomes 0. right guys? yes, that is sigma m 2xp becomes 0 plus here sigma m. what is sigma m? according to equation B, sigma m is equal to capital M, that is mb square. m b square. clear alle? എല്ലാവർക്കും ഇത്രയും പറഞ്ഞാൽ ക്ലിയർ അല്ലേ? mb square. അതിന് നമുക്ക് അതിൻ്റെ നമുക്ക് I is equal to ICM plus ICM plus M B ICM plus M B ഇതിൻ്റെ വാല്യൂ ആക്കി 2 ആയില്ലേ?
ഈസി അല്ലേ ഇത്രയും? വളരെ ഈസി അല്ലേ ഇത്രയും? എക്സാമിന് ചോദിക്കും ഡിറൈവ് ആൻഡ് എക്സ്പ്ലെയിൻ പാരലൽ ആക്സിസ് തിയറം. അതേ ഉള്ളൂ, എഴുതുക, ഡിറൈവ് ചെയ്യുക. ഒറ്റ ഫിഗർക്ക് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. കാര്യം അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇനി വീണ്ടും നോക്കണം, എന്ത് ചെയ്യുക, ഈ വീഡിയോ വീണ്ടും എന്ത് ചെയ്യുക, റിവൈൻഡ് ചെയ്ത് മുഴുവൻ നോക്കുക. ഈസിയാണ്, ക്ലിയർ ആവും. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇനി സമയം കളയാതെ തന്നെ എങ്ങോട്ട് പോകുന്നു? രണ്ടാമത്തെ തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഞാൻ എന്തുകൊണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ ഡെഫിനിഷൻ ആദ്യമേ എഴുതി ചോദിച്ചാൽ ഏറ്റവും ഈസിയാണ്. പക്ഷേ ഇത് പഠിക്കാൻ ഏറ്റവും ഈസി. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ കാണുമ്പോൾ എല്ലാം മറന്നു പോകുന്നൊരു തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പലർക്കും അങ്ങനെയായിരിക്കും. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എനിക്കറിയാം, പക്ഷെ അതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആദ്യം തന്നെ അതിന് ഡെഫിനിഷൻ എഴുതിയിട്ട് തിയറം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആവും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ പറഞ്ഞു ഏതൊരു പെർപെൻഡിക്കുലർ ആണെങ്കിലും പാരലൽ ആക്സിസ് തിയറം ആണെങ്കിൽ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം, ആദ്യം അവിടുത്തെ ആക്സിസിനെ കൺസിഡർ ചെയ്യണം അല്ലേ. യു ഹാവ് ടു ഫസ്റ്റ് കൺസിഡർ ദ ആക്സിസ്. ഇവിടുത്തെ ആക്സിസ് നോക്ക്, ഇവിടെ 3 ആക്സിസുകളുണ്ട് അല്ലേ. 1 എക്സ്, 2 വൈ, 3 ഇസഡ്. അതുകൊണ്ടാണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്ന ആക്സിസിനെ ആധാരമാക്കി വരുന്ന, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ഈ ആക്സിസിനെ ആധാരമാക്കി വരുന്ന അതിൻ്റെ ഈ ആക്സിസിനെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ വരും. അതായത് ഈ റിജിഡ് ബോഡിയെ ഈ വൈ എന്ന് പറയുന്ന ആക്സിസിന്റെ ബേസിൽ എടുക്കുകയാണെങ്കിൽ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ വരും. എക്സ് എന്ന് പറയുന്ന ഈ ആക്സിസിന്റെ ആധാരമാക്കി നമ്മൾ ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ എത്രയായിരിക്കും? ഐ എക്സ്. മനസ്സിലായില്ല? ലാസ്റ്റ് ഇസഡ് എന്ന് പറയുന്ന ഈ ആക്സിസിനെ ആധാരമാക്കിയാണെങ്കിലോ ഇതിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിട്ട് മാറും? ഐ ഇസഡ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇത് ഈ പറയുന്ന ഇത്തരം ഇതിനെ പ്ലെയിൻ ലാമിന എന്ന് പറയും. ലാമിന എന്ന് പറഞ്ഞാൽ ഒരു പരന്ന ഷേപ്പാണ്, ഫ്ലാറ്റ് ഷേപ്പാണ്. ഒരു ഷീറ്റ് നിങ്ങളൊരു തകര അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഷീറ്റ്, മെറ്റാലിക് ഷീറ്റിന് ഇങ്ങനെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഡിസൈൻ വെട്ടിയെടുത്ത് ഇങ്ങനെ കൈ വെച്ച് നോക്കും. അതാണ് എന്തോന്ന് ഒരു പ്ലെയിൻ ലാമിന എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ പ്ലെയിൻ ലാമിന. The moment of inertia of a plane lamina about an axis. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ആക്സിസ് ആണെങ്കിൽ എടുക്കും. ഞാൻ ഇവിടെ ഐ എക്സ് എടുക്കും. The moment of inertia of a rigid body about the axis x, that is ix, will be equal to the sum of എന്തിൻ്റെ സം? ഇവിടെയും സമ്മ് തന്നെയാണ്. ഇപ്പോൾ പാരലൽ ആക്സിസ് വരുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഒന്നുമില്ല. പ്രോഡക്റ്റ് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് സമ്മാണ്. ഇതിൻ്റെയൊക്കെ സമ്മാണ്. സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഇനർഷ്യ ഓഫ് അതർ 2 ആക്സിസ്. ബാക്കി എന്ത് ആക്സിസ് ഉണ്ടാവും? ഒന്ന് ഇതാടക്കണം, ഐ വൈ. അടുത്ത ആടക്കൊണ്ട് ഐ ഇസഡ്. ക്ലിയർ ആയില്ലേ? കാര്യം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഡെഫിനിഷൻ ആക്കേണ്ടത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ പഠിക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം അല്ലേ? ഒരു കുഴപ്പമില്ല. ഈസി അല്ലേ? ഈസിയാണ്. That is the moment of inertia of a plane lamina about an axis perpendicular to its plane. That is ഞാൻ ഇവിടെ എടുക്കുന്നത് ix എന്ന് എടുത്തു. Will be equal to the sum of moments of other 2 axis. അതും പെർപെൻഡിക്കുലർ ആയിരിക്കണം. പക്ഷെ ഇത്രയും പറഞ്ഞാൽ പോരാ തിയറം പറയുമ്പോൾ. നമുക്ക് ഒരു ബാഹ്യമായിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെയാണ്. ix equal to iy plus iz. കാര്യം കഴിഞ്ഞു. ix equal to iy plus iz. കാര്യം കഴിഞ്ഞു. ഇത്രയും ക്ലിയറാണ്. പക്ഷെ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്നത്. That is the moment of inertia of a plane lamina. Moment of inertia of a plane lamina about an axis perpendicular to its plane. About an axis perpendicular to its plane. About an axis perpendicular to its plane. Moment of inertia of a plane lamina. ഒരു പ്ലെയിൻ ലാമിനയുടെ moment of inertia of a plane lamina about an axis perpendicular to its plane is equal to the sum of its moment of inertia of about 2 mutually perpendicular axes. അതായത് ഞാൻ എക്സ് ആണ് ഇപ്പോൾ നമ്മൾ റെഫറൻസ് ആക്സിസ് എങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന ആക്സിസിന് ഇപ്പം നമ്മളെ റെഫറൻസ് ആക്സിസ് ആണല്ലേ.
x എന്ന ആക്സിസ് അല്ലേ. that is the moment of inertia of this plane lamina about the axis ix. that is the moment of inertia of a plane lamina about an axis perpendicular to its plane is equal to sum of its moment of inertia about two mutually perpendicular axes. x കൂടാതെയുള്ള ബാക്കി രണ്ട് ആക്സിസ് അവയും ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ തന്നെയല്ലേ. പെർപെൻഡിക്കുലർ നോക്ക് 90 ഡിഗ്രി, ഇതിന്റെ പറയുന്നത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി, പരസ്പരം 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ. ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് കൺകറന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ആക്സിസും കോയിൻസൈഡ് ചെയ്യുന്നത് സെയിം പോയിന്റിലാണ്. ദാറ്റ് ഈസ് കൺകറന്റ്. മൂന്ന് ആക്സിസും കോയിൻസൈഡ് ചെയ്യുന്നത് സെയിം പോയിന്റിലാണ്. ദാറ്റ് ഈസ് കൺകറന്റ് വിത്ത് പെർപെൻഡിക്കുലർ ആക്സിസ്. ഏത് പെർപെൻഡിക്കുലർ ആക്സിസ്? നമ്മൾ റെഫറൻസ് പെർപെൻഡിക്കുലർ ആക്സിസ്. ഈ ആക്സിസിന് കൺകറന്റ് അല്ലേ ഇവ രണ്ടും? ആണ്. ആൻഡ് ലൈയിങ് ഓൺ ദ പ്ലെയിൻ ഓഫ് ലാമിനാർ ബോഡി. എല്ലാ ഈ മൂന്ന് ആക്സിസ് എവിടെയാണ് ലൈ ചെയ്യുന്നത്? ഈ ലാമിനാർ ബോഡിയുടെ പുറത്താണ് ലൈ ചെയ്യുന്നത്. കാര്യം കഴിഞ്ഞില്ലേ? ക്ലിയറും കഴിഞ്ഞില്ല. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. കാര്യം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഫുൾ ക്ലിയർ ആയി. The moment of inertia of a plane lamina about an axis perpendicular to its plane is equal to the sum of its moment of inertia about two mutually perpendicular axes concurrent with perpendicular axis. ഈ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മാത്രമല്ല ഈ ബാക്കിയുള്ള ഈ രണ്ട് ആക്സിസും കൺകറന്റ് അല്ലേ. ആരുമായിട്ട് കൺകറന്റ് ആണ്ടേ? ഐഎക്സുമായിട്ട് കൺകറന്റ് അല്ലേ. കാരണം മൂന്നുപേരും ഒരേ പോയിന്റിലെ മീറ്റ് ചെയ്യുന്നത്. കൺകറന്റ് വിത്ത് പെർപെൻഡിക്കുലർ ആക്സിസ്. ഏതാണ് ഈ പെർപെൻഡിക്കുലർ ആക്സിസ്? നമ്മൾ ആദ്യം എടുത്തല്ലേ, നമ്മുടെ റെഫറൻസ് ആക്സിസ് ആണ് പെർപെൻഡിക്കുലർ ആക്സിസ്. ആൻഡ് ലൈയിങ് ഇൻ പ്ലെയിൻ ഓഫ് ലാമിനാർ ബോഡീസ്. ക്ലിയർ ആണോ? Moment of inertia of a plane lamina about an axis perpendicular to its plane is equal to sum അല്ലേ ഇതാറെങ്ങനെ sum എന്തിൻ്റെയൊക്കെ sum of mutually perpendicular axis അല്ലേ. രണ്ട് mutually perpendicular axis sum. അതെന്തായിരിക്കും? they are concurrent with, clear അല്ലേ, and all are lying in a plane of laminar body. ഈ ലാമിനാർ ബോഡിയുടെ പ്ലെയിനിൽ തന്നെയല്ലേ മൂന്ന് ലൈ ചെയ്യുന്നത്. കാര്യം കഴിഞ്ഞ് അങ്ങനെ പെർപെൻഡിക്കുലർ ആക്സിസ് പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്ഥലത്തിന്റെ പരിധി കൊണ്ട് നെക്സ്റ്റ് സ്ലൈഡായപ്പോൾ ഈ സ്ലൈഡ് ഫുള്ള് ഓവറാവും. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നു? എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ പ്രൂഫും പറഞ്ഞു തരുന്നു. അത്ര ഈസിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ തന്നെ പറഞ്ഞു തരണം. വളരെ ഈസിയാണ്. നോക്കിയിരുന്നു. ഞാൻ ഒരു റിജിഡ് ഫോളിയ വെച്ചു. ഇറ്റ് ഈസ് എ റിജിഡ് പ്ലെയിൻ ലാമിന. ഇവയെ ഞാൻ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ കൊണ്ടുവച്ചു. ഇറ്റ് ഈസ് എ കാർട്ടീഷ്യൻ പ്ലെയിൻ. വാട്ട്സ് എ കാർട്ടീഷ്യൻ പ്ലെയിൻ? എക്സും വൈയും ആക്സും ഉള്ള കാർട്ടീഷ്യൻ പ്ലെയിൻ അറിയുന്നുണ്ട്. ഇതാണ് ആ കാർട്ടീഷ്യൻ പ്ലെയിൻ. മനസ്സിലല്ലോ? ഇറ്റ് ഈസ് ദാറ്റ് കാർട്ടീഷ്യൻ പ്ലെയിൻ. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഇറ്റ് ഈസ് ഓറിജിൻ O. ക്ലിയർ അല്ലേ? ഒറിജിൻ O. നോക്കണം. ഇവിടെ നിന്ന് ഞാൻ ഒരു r ഡിസ്റ്റൻസ് അകലെയായിട്ട് ഫ്രം ഒറിജിൻ ദർ ഈസ് എ പാർട്ടിക്കിൾ r ഡിസ്റ്റൻസ് ഫ്രം P എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ട്. O എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും r ഡിസ്റ്റൻസ് മാറി ഒരു P എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ട്. ഇതിന് ഒന്നുകൂടെ നമ്മളൊന്ന് വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരയ്ക്കാം. എന്നിട്ട് ബാക്കി അവിടെ ചെയ്യാം. പക്ഷേ ഞാൻ അത് കാര്യം പറഞ്ഞ് ഇവിടെ ഞാൻ അത് മാറ്റി. ദാറ്റ് ഈസ് ഇതിപ്പോൾ ഒരു ഒറിജിനിൽ പ്ലേസ് ചെയ്യാണ്. ഇത് ഒറിജിനാണ്. ഇത് ഒറിജിൻ. ഇവിടെ നിന്നും r ഡിസ്റ്റൻസ് അകലെയാണ് എന്തിൻ്റെ ദൂരം? ആ പാർട്ടിക്കിളിൻ്റെ ദൂരം. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് r ഫ്രം ഒറിജിൻ. പാർട്ടിക്കിൾ P, ദർ ഇസ് എ പാർട്ടിക്കിൾ, ഇറ്റ് ഈസ് r ഡിസ്റ്റൻസ് ഫ്രം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരം എന്തായിരിക്കും? അതായത് ഈ ദൂരം എത്രയായിരിക്കും? ഇത്രയും ദൂരം എന്തായിരിക്കും? എക്സ് ആയിരിക്കൂലേ? നോക്ക്. ഇത്രയും ദൂരമല്ലേ? ഇത്രയും ദൂരം ഇതേ ദൂരമല്ലേ? സെയിം അല്ലേ? ഇതേ ദൂരം, അതായത് എക്സ് ആക്സിസ് അല്ലേ? എക്സ്. ഇനി ഇത്രയും ദൂരം എടുത്തോ. ഇത്രയും ദൂരം ഇത് വൈ ആയിരിക്കൂലേ? കാരണം വൈ ആക്സിസിലെ ഈ ദൂരത്തിന് സെയിം അല്ലേ ഇത്രയും. സോ ഇത്രയും വൈ ആണെങ്കിൽ ഇതും വൈ അല്ലേ? സോ അതുപോലെ ഞാൻ വായിച്ചു തന്നു. ഇത്രയും വാല്യൂ എത്ര?
will be x and it will be y. Clear ആണോ? ക്ലിയർ ആണോ? ഇനി ഇതൊന്നുകൂടെ വലുതാക്കി വരയ്ക്കണമെങ്കിൽ വലുതാക്കി വരയ്ക്കണം. സ്ഥലം വേണമല്ലോ. ഇവിടെ വരയ്ക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. It is a plain lamina at a Cartesian plane. It is a Cartesian plane. X-axis, Y-axis. Right? Yes. It is origin. Consider a particle P. Consider a particle P from origin. It is a distance of r from the origin. Is this clear, guys? Yes. Consider a particle P at a distance r from the origin. What will be this distance? What will be this distance? This distance will be equal to this. Right, guys? ഈ ദൂരവും സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും എക്സ് ആക്സ് അല്ലേ, സോ ഇത് ഞാൻ എക്സ് എന്ന് കാര്യം എടുത്തു. ഇറ്റ് ഈസ് എക്സ്. ഇനി ഇത്രയും ദൂരം എന്തായിരിക്കും? ഇത്രയും ദൂരം ഇത് വൈ, ഇത്രയും ദൂരം വൈ അല്ലേ, സോ ഈ ദൂരവും വൈ ആയിരിക്കില്ലേ? വൈ. സംശയമില്ല. ദാറ്റ് ഈസ് ഈ പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. പി എന്ന് പറയുന്ന ഈ പാർട്ടിക്കിള് ഒറിജിനിൽ നിന്നും ആർ ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നത്. അതിന് ഇത്രയും ദൂരം എക്സ്, ഇത്രയും ദൂരം വൈ. സംശയമില്ല, ആർക്ക് സംശയമില്ല? Therefore ഇതാണ് എഴുതേണ്ടത്. Consider a particle. Consider a particle P which is r distance from the origin. It is r distance from origin. The distance of particle P from OX. OX എന്ന് പറയുന്ന ആക്സിസിൽ നിന്നും, ഇതാണ് OX. OXൽ നിന്നും പിയിലേക്കുള്ള ദൂരം. OX എന്ന് പറയുന്ന ആക്സിസിൽ നിന്നും പിയിലേക്കുള്ള ദൂരം നോക്ക്. ഇതല്ലേ ദൂരം, ഇതാണ് OX എന്ന ആക്സിസ്. ഇതിൽ നിന്നും പിയിലേക്കുള്ള ദൂരം നോക്ക്, എത്രയാണ്? X അല്ലേ. That is the distance of particle from P will be, the distance of P from OX will be Y. Okay. Therefore the distance of particle, the distance of particle P from OY എത്ര ആയിരിക്കും guys? OY എത്ര ആയിരിക്കും guys? OY എത്ര ആയിരിക്കും പറ നോക്കൂ. പി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഇതായിരിക്കുന്നു, ഇതാണ് OY. ഈ ആക്സിസിൽ നിന്നും എത്ര ദൂരം മാറിയാണ് പി ഇരിക്കുന്നത്? എക്സ് ഡിസ്റ്റൻസ് മാറിയല്ലേ. നോക്ക്, ഇതാണ് OY. ഇതാ OY ഇതായിരിക്കുന്നുണ്ട്. OY എന്ന ഇതല്ലേ OY ആക്സിസ്. ഇതിൽ നിന്നും പി ഇരിക്കുന്നത് എക്സ് ദൂരം മാറിയല്ലേ. ഡിസ്റ്റൻസ് ഓഫ് എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ O എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും ആർ ദൂരം മാറിയാണ് പി ഇരിക്കുന്നത്. നിങ്ങൾ നോക്കട്ടെ, ഇതൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആണെങ്കിൽ ഇത് എക്സ് ആക്സിസ് അല്ലേ, ഇത് വൈ ആക്സിസ് അല്ലേ. ഇങ്ങനെ പുറത്തേക്ക് വരയ്ക്കുന്നതല്ലേ ഇസഡ് ആക്സിസ്. ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് ഈ പി എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ ഇസഡ് ആക്സിസിന് നമുക്കറിയാം, നമുക്ക് എപ്പോഴും എന്തറിയാം, നമ്മളെ തിയറി അനുസരിച്ച് ഐ ഇസഡ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഐ എക്സിന്റെയും ഐ വൈയുടെയും തമ്മിൽ തുല്യമായിരിക്കും. IX + IY. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അത് ആവശ്യമില്ല, അത് പ്രൂവ് ചെയ്യേണ്ടത് അവിടെ ഇരിക്കട്ടെ. ഇവിടെ
ഐ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ ഈ ആർ ദൂരം മാറിയിരിക്കുന്നതല്ലേ. therefore അതിന് നമുക്ക് എന്തെടുക്കാം? ഐ ഇസഡ് കുറക്കാൻ ഞാൻ ഐ എന്ന് എടുക്കും. ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് r from the center. therefore I is equal to mr square. sigma mr square. sigma mr square. എല്ലാ പാർട്ടിക്കിളും ഒന്നുമില്ല. sigma mr square. അപ്പോൾ സംശയം ഉണ്ടോ? ഇവിടെ നോക്കി, ഇതിപ്പം എക്സ് ആക്സിസ്, ഇതിപ്പം വൈ ആക്സിസ്, ഇതിപ്പോൾ ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസ് ആണ് ഇതാ പുറത്തോട്ട് ഉപയോഗിക്കുന്നത്. പുറത്തോട്ട് ഇങ്ങനെ പോകുന്നത് പുറത്തോട്ട് എപ്പോൾ ഇസഡ് ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഐ ഇസഡ്. ഞാൻ പകരം ഐ എന്ന് എടുത്തു. ഇറ്റ് വിൽ ബി സിഗ്മ എം ആർ സ്ക്വയർ. എന്തുകൊണ്ട് സിഗ്മ എം ആർ സ്ക്വയർ? It is r distance from the center. And what will be ix? Then what will be ix? Then what will be ix? ix നോക്ക്, ix നോക്ക്. ix എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ അനുസൃതമാക്കിയാണ്. എക്സ് ആക്സിസിനെ അനുസൃതമാക്കി പി എന്ന് പറയുന്ന ദൂരത്തിലേക്കുള്ള ദൂരം, പി എന്ന് പറയുന്ന പാർട്ടിക്കിളിലേക്കുള്ള ദൂരം വൈ അല്ലേ. ദാറ്റ് ഈസ് അവിടെ എന്തായിട്ട് മാറും? സിഗ്മ എം വൈ സ്ക്വയർ എന്നല്ലേ ആവും. സിഗ്മ എം വൈ സ്ക്വയർ. ഇത് മാറിപ്പോവും. എക്സ് ആണെങ്കിൽ വൈ ആയിരിക്കും, വൈ ആണെങ്കിൽ എക്സ് ആയിരിക്കും. അങ്ങനെ നോക്കാം. അടുത്ത അങ്ങനെയാണെങ്കിൽ ഐ വൈ എന്തായിരിക്കും? ഐ വൈ വിൽ ബി നോക്ക്, ഐ ഒ വൈ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പിയിലേക്ക് ദൂരം എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഐ വൈ ബിക്കം സിഗ്മ എം എക്സ് സ്ക്വയർ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇത്രയും ക്ലിയർ അല്ലേ? നോക്ക്, ഐ എക്സ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം എക്സ് ആക്സിസ്. ഇതല്ലേ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് ഇതായിരിക്കുന്നുണ്ട്, ഇതായിരിക്കണം എക്സ് ആക്സിസ്. ഇതിൽ നിന്നും വൈ ദൂരം മാറിയല്ലേ, ഇത്രയും ദൂരം വൈ അല്ലേ, ഇത്രയും ദൂരം വൈ അല്ലേ മാറിയല്ലേ പി ഇരിക്കുന്നത്. therefore എം വൈ സ്ക്വയർ. ഇനി നിങ്ങൾ നോക്ക്, ഐ വൈ എന്ന് പറയുന്ന ഈ ആക്സിസ് അല്ല, ഈ വൈ എന്ന് പറയുന്ന ആക്സിസിനെ ആധാരമാക്കി പിയിലേക്കുള്ള ദൂരം നോക്കൂ. എക്സ് അല്ലേ, ഇത്രയും ദൂരം എന്ന് പറയുന്നത് എക്സ് അല്ലേ. ദാറ്റ് ഈസ് സിഗ്മ എം എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? We are finding ix plus iy. ix plus iy. We are finding ix plus iy. What will be ix plus iy? Ix plus iy will be sigma m y square plus sigma m x square. ശരിയല്ലേ guys? ഇനി നമുക്ക് ix plus iy will be equal to എന്തായിരിക്കും? രണ്ടിലും സിഗ്മ എം കോമൺ അല്ലേ. സിഗ്മ എമ്മിനെ കോമൺ ആക്കി എടുക്കുന്ന ചോദിച്ചു. ബാക്കി എൻ്റെ അകത്ത് വരും വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അകത്ത് വരും. ബാക്കി എന്തെങ്കിലും സിഗ്മ എം കോമൺ ആണ്. വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മാത്രം ഈ സിഗ്മ എമ്മിനെ കോമൺ ആക്കി ഔട്ട് ചെയ്യും. ഇനി നോക്ക്, വാട്ട് വിൽ ബി വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. നിങ്ങൾ നോക്ക്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഇത്ര നോക്ക്, ഒ പി ഇതായിരിക്കുന്ന ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഇതിപ്പോൾ ഡി നിർത്തോക്ക് ഇതൊക്കെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമുക്ക് ഇത്രയും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. ആണോ അല്ലേ? ഒ പി ഡി നിർത്തും. ഡി ഇത്രയും ദൂരം ആറാണ്, ഇത്രയും ദൂരം എത്ര? ഈ ദൂരം എന്ന് പറയുന്നത് എക്സ്, ഈ ദൂരം എന്ന് പറയുന്നത് വൈ. What will be according to Pythagoras theorem? According to Pythagoras theorem, hypotenuse square അല്ലേ. hypotenuse r അല്ലേ. that is 90 opposite hypotenuse. that is r square will be equal to sum of x square plus ഇവിടെ നമ്മളെ കയ്യിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇല്ലേ. ഇതിനെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? പറ. you have to substitute y square plus x square as r. therefore നമുക്ക് എന്ത് കിട്ടും? ix plus iy is equal to sigma m r square. what is sigma m r square? ഞാൻ ആദ്യമേ പറഞ്ഞു, സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിനെ ആധാരമാക്കിയുള്ളതല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത്രയും ഭാഗത്ത് ഞാൻ ഇവിടെ എഴുതുകയാണ്, ഈ ഭാഗത്ത് എഴുതുകയാണ്. സോറി, നിങ്ങളിത് ഇങ്ങനെ എഴുതേണ്ട പ്രത്യേകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിലിരിക്കും. ഞാൻ ഓരോ സ്ഥലത്ത് മാറ്റി മാറ്റി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിൽ അതുപോലെ നിങ്ങൾ കൂടെ എഴുതിപ്പോയാൽ എന്ത് ചെയ്യും? ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്തൊരിതാണ് ഇതിൽ പൊളിക്കണം. അങ്ങനെ അല്ലെങ്കിൽ എഴുതി ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ എക്സ് പ്ലസ് iy will be equal to i.
പ്രൂവ് ആയില്ലേ? പ്രൂവ് ആയില്ലേ? നോക്ക്, ഐ എക്സ് പ്ലസ് ഐ വൈ നിങ്ങൾക്ക് ഇവിടെ തന്നെ അറിയാം. ഐ എക്സ് പ്ലസ് ഐ വൈ ഞാൻ ഇനി പ്രത്യേകം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ സിഗ്മ എം ഇൻറ്റു വാട്ട് ഇസ് ഐ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ആർ സ്ക്വയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഇത് റീപ്ലേസ് ചെയ്ത് നമുക്ക് ആർ സ്ക്വയർ കൊടുക്കാം. ദാറ്റ് ഇസ് ഐ എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു സിഗ്മ എം ആർ സ്ക്വയർ. വാട്ട് ഈസ് സിഗ്മ എം ആർ സ്ക്വയർ? ഇസഡ് ആക്ടിന് ആധാരമാക്കിയുള്ളതല്ലേ അല്ലേ? ദാറ്റ് ഈസ് ഐ ഇസഡ് ആയിട്ട് മാറും. ഐ എക്സ് പ്ലസ് ഐ വൈ ഇൻകം ഐ ഇസഡ്. ഹെൻസ് പ്രൂവ്ഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. രണ്ടും ക്ലിയർ ആയില്ലേ? പെർപെൻഡിക്കുലറും തിയറവും പാരലൽ ആക്സിസ് തിയറം ക്ലിയർ ആയില്ലേ? നിങ്ങൾ ഇവിടുത്തെ നോട്ട് കണ്ട് പേടിക്കണ്ട. ഇതിൻ്റെ എല്ലാം ഹാൻഡ് റിട്ടൺ നോട്ട് വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇന്ന് പറഞ്ഞ രണ്ട് തിയറങ്ങളും അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഡെറിവേഷനും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. എക്സാമിന് എന്ത് ചെയ്യുക, ഇതുപോലെ ഫോളോ ചെയ്ത് പഠിച്ചത് എന്ത് ചെയ്യും, ഉറപ്പായിട്ട് മുഴുവൻ മാർക്ക് കിട്ടും. കാണാതെ പഠിക്കേണ്ട ഒരാവശ്യവും ഇല്ല. മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പാർട്ട് 3 അടുത്ത ടോപ്പിക്കായി നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ കാണാം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, വരും ദിവസങ്ങളിൽ എല്ലാ ക്ലാസ്സും നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ഓൾ ദി ബെസ്റ്റ്.